സിനിമാറ്റോഗ്രാഫി കമോ അപ്പൊ ഞങ്ങൾ ഉണ്ണികളുടെ ഒപ്പം കളിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് അലീമോ. അലീമോന്റെ ഹായ് കൊടുക്ക്. ഞങ്ങളുടെ കുഞ്ഞൂസ് ഹായ്. ടാറ്റ കൊടുക്ക്. ടാറ്റ അങ്ങനെ കൊടുക്ക്. ടാറ്റ കൈ. ടാറ്റ ഹാപ്പി 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 അപ്പൊ ഇന്ന് ഞങ്ങളുടെ അമ്മ വന്നു. ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നത് എന്താ അപ്പൊക്കെ കിണ്ണപ്പം. അപ്പൊ നമുക്ക് വയതാണ് എൻ്റെ അമ്മ. കണ്ടോ എൻ്റെ അമ്മ. അപ്പോൾ ഇനി ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ദിവസമാണ്. അപ്പോൾ ഞങ്ങളുടെ അമ്മ ആദ്യമായി വീഡിയോയ്ക്ക് വരുന്നു അല്ലേ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പരാതിയൊക്കെ പറയുന്നുണ്ട്, അമ്മ എന്താ വീഡിയോയിൽ വരാത്ത. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, എൻ്റെ അയൽവക്കൊക്കെ പറയാറുണ്ട് എന്താ ഈശ വീഡിയോയ്ക്കൊന്നും വരാത്തതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരാതി പറഞ്ഞു. പക്ഷെ അവരുടെ പരാതി ഇന്ന് തീർന്നു കിട്ടി. അപ്പോൾ ഞങ്ങളുടെ അമ്മ വീഡിയോയ്ക്ക് വരുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്മ. ഹലോ. അപ്പോൾ കുട്ടികളുടെ അവരുടെ ഫ്രണ്ട്സൊക്കെ പറയാണ് അമ്മേനെ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നത് കൊണ്ട് വന്നതാണ് കേട്ടോ. എനിക്ക് വീഡിയോയിൽ വരാനായിട്ട് നല്ല ചമ്മലായിരുന്നു. പക്ഷേ ഇപ്പം അവർക്ക് വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. പിന്നെ സൺഡേ എൻ്റെ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നമ്മളൊരു ചക്കയും കൊണ്ട് ഒരു അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ കുറച്ച് ചക്ക വരട്ടിയത് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കിണ്ണപ്പം, നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല, അപ്പം ഞങ്ങളിവിടെ കിണ്ണപ്പം എന്നാണ് പറയുക. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നെയ്യിൽ തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് നെയ്യ് മതി. ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ, കൂടുതൽ ഒന്നും ഉണ്ടാക്കണില്ല, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി തേങ്ങയൊക്കെ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ തേങ്ങാക്കൊത്തുകൾ അതിലിട്ട് കൊടുക്കാം. ഈ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ഈ മാവിലേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് കിണ്ണത്തിൽ ചെറുതായിട്ട് നെയ്യ് തടവിയിട്ട് ആവിയിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുക. അപ്പം നമ്മളിതിൻ്റെ മാവ് തയ്യാറാക്കിയിരിക്കുന്നത് അരിപ്പൊടി ചക്ക വരട്ടിയതും കൂടിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്, പച്ചരി അല്ല കേട്ടോ. സോറി, പച്ചരിയുടെ പൊടി ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ചക്കയും കൂടി കൂട്ടിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി നന്നായിട്ട് ബ്രൗൺ കളറാവട്ടെ. വീഡിയോ അപ്പോൾ തുറന്നു. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഈ മാവിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഇവിടെ ശർക്കര ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ ഇവിടെ നെയ്യ് തടവി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മാവ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ മാവ് ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ആവിയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഞങ്ങളുടെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കിണ്ണപ്പം ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ
നമുക്കത് ഒന്ന് ചൂടാറിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കിണ്ണപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായി എനിക്ക്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയാലോ. ഞാൻ ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പർ, നല്ല സോഫ്റ്റും ഉണ്ട്. നമുക്ക് എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു കൊടുക്കുക. ബൈ ബൈ.